നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിന്റെ 9ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയുടെ 1ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം. ഈ ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തെ കുറിച്ചാണ്. ആറ്റം നമുക്ക് തുടങ്ങാം. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എല്ലാ സബ്സ്റ്റൻസിനും അല്ലെങ്കിൽ എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടായിട്ടും എന്തുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും വേറെ വേറെ ആകുന്നത് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് തുടങ്ങാം. ഈ ആറ്റത്തെ കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി. ആദ്യമായി ഇന്ത്യക്കാരനായ കണാദൻ മഹർഷിയാണ് ആറ്റത്തെ കുറിച്ച് പറഞ്ഞത്. അതായത് നമ്മൾ എന്തെങ്കിലും സാധനം എടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഒരു സാധനം നമുക്ക് കിട്ടും. അതിനെ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനുള്ള അടിസ്ഥാനമെന്നും അതിന് അദ്ദേഹം പരമാണു എന്ന് വിളിച്ചു. അതെല്ലാം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജോൺ ഡാൾട്ടൺ എന്നൊരു വ്യക്തി, ഒരു സയന്റിസ്റ്റ്, അറ്റോമിക് തിയറി കൊണ്ടുവന്നു. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അറ്റോമിക് തിയറിയിൽ എന്തൊക്കെയാണ് പറയണമെന്ന് നോക്കാം. അത് 6 പോസ്റ്റ്ലേറ്റ്സ് കൊണ്ടുവന്നത്, 6 അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം. 1ാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ് ആറ്റം. മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കാൾഡ് ആറ്റം. മാറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ടൈനി പാർട്ടിക്കിൾസ് ആയ ആറ്റം കൊണ്ടാണ്. മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കാൾഡ് ആറ്റം. ആറ്റം എന്ന ടൈനി പാർട്ടിക്കിൾ കൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് അദ്ദേഹം 1ാമത് പറഞ്ഞത്. നമുക്ക് നോക്കാം. മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കാൾഡ് ആറ്റം. 1ാമത്തെ പോയിന്റ് ആണ് മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കാൾഡ് ആറ്റം. ആറ്റം എന്ന ടൈനി പാർട്ടിക്കിൾ കൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. 2ാമത് പറഞ്ഞത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് കരുതി ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ആറ്റത്തെ നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ആറ്റം cannot be divided during a chemical reaction. എന്താണ്? ആറ്റം neither created nor destroyed in a chemical reaction. ഒരു റിയാക്ഷൻ നടന്നെന്ന് കരുതി ആറ്റം ഉണ്ടാകത്തുമില്ല, ആറ്റം നശിക്കത്തുമില്ല. Atoms cannot be created. ആറ്റത്തെ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. nor destroyed, നശിപ്പിക്കാനും കഴിയില്ല. എങ്ങനെ? during chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് കരുതി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരിക്കലും ഒരു ആറ്റത്തെ ഉണ്ടാക്കാനും കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. മാത്രമല്ല ഒരു ആറ്റത്തെ ഡിവൈഡ് ചെയ്ത് നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കഴിയില്ലെന്നാണ് ആര് പറയുന്നേ? ജോൺ ഡാൾട്ടൺ പറയുന്നേ, അദ്ദേഹത്തിന്റെ അറ്റോമിക് തിയറി വഴി. അടുത്ത അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോസ്റ്റ്ലേറ്റ് ആണ് ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ സൈസ് മാസ് ആൻഡ് പ്രോപ്പർട്ടി. അതായത് ഒരു എലമെന്റിന്റെ ആറ്റംസ് എല്ലാം ഒരേ സൈസ് ആയിരിക്കും, ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും, ഒരേ മാസ് ആയിരിക്കും. നമുക്ക് അടുത്ത പോയിന്റ് ആണ് atoms of same element have identical size അല്ലെങ്കിൽ identical properties, size and mass. എന്താണ്? ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. അതായത് ഒരേ എലമെന്റിന്റെ ആറ്റങ്ങൾക്കെല്ലാം
ഒരേ സൈസ് ആയിരിക്കും, ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഒരേ മാസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ എലമെന്റ് ആണെങ്കിലോ, വേറെ എലമെന്റ് ആണെങ്കിൽ വേറെ സൈസ് ആയിരിക്കും, വേറെ പ്രോപ്പർട്ടി ആയിരിക്കും, വേറെ മാസ് ആയിരിക്കും. ഇതാണ് അടുത്ത പറയുന്ന പോയിന്റ്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. എന്താണ് ആറ്റംസ് ഓഫ് different element, atoms of different element, different size, properties and mass. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോൾഡിന്റെ ആറ്റങ്ങളെല്ലാം എടുത്താൽ അതെല്ലാം ഗോൾഡിൻ ആറ്റം പോലെ ആയിരിക്കും. അതിനെല്ലാം ഒരേ സൈസ് ആയിരിക്കും, ഒരേ മാസ് ആയിരിക്കും, ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. കാരണം ഞാൻ ഹീലിയം ഗ്യാസിന്റെ എടുക്കണമെങ്കിൽ അത് ഹീലിയം ഗ്യാസിന്റെ സൈസ് ആയിരിക്കും, പ്രോപ്പർട്ടീസ് ആയിരിക്കും, മാസ് ആയിരിക്കും. ഹീലിയം ഗ്യാസിന്റെ ആറ്റങ്ങൾ പോലെ അല്ല എന്ത് ഗോൾഡിൻ്റെത് എന്നതാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ വ്യക്തമാക്കുന്നത്. ഡിഫറെന്റ് എലമെന്റ് ആണെങ്കിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, സെയിം എലമെന്റ് ആണെങ്കിൽ സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ്. ഇനി അടുത്ത അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ് atom is the smallest particle that take part in chemical reaction. Atom is the smallest particle that take part in chemical reaction. അതായത് ആറ്റം ആണ് എന്ത് ഒരു സ്മാളസ്റ്റ് പാർട്ടിക്കിൾ. എന്തിനാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ് ആര്? ആറ്റം. കെമിക്കൽ റിയാക്ഷനുകളിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ് ആര്? ആറ്റം എന്നതാണ് ആര് പറഞ്ഞേ? ജോൺ ഡാൾട്ടൺ അടുത്ത പോസ്റ്റ്ലേറ്റ് ആയിട്ട് പറയുന്നത്. നോക്കാം. Atom is the smallest particle that take part in chemical reaction. Atom is the smallest particle that take part in chemical reaction. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആരാണ്? ആറ്റമാണ്. ഇനി അടുത്ത അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ് ആറ്റംസ് കമ്പൈൻ ടു ഫോം കോമ്പൗണ്ട് ഇൻ എ സ്മാൾ ഹോൾ നമ്പർ റേഷ്യോ. അതായത് ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്താണ് എന്തുണ്ടാവുന്നത്? കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ഹൈഡ്രജന്റെ കോമ്പൗണ്ടും ഓക്സിജന്റെ കോമ്പൗണ്ടും ചേർന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ? ഹൈഡ്രജന്റെ കോമ്പൗണ്ടും ഹൈഡ്രജന്റെ ആറ്റവും ഓക്സിജന്റെ ആറ്റവും തമ്മിൽ ചേർന്ന് H2O വാട്ടർ ഒരു കോമ്പൗണ്ട് ആണെന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവും? കോമ്പൗണ്ട് ഉണ്ടാവും. പിന്നെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ നോക്കിയാണ് എന്താണെന്ന്. ഇവിടെ 2 ഹൈഡ്രജൻ അല്ലേ, ഒരു ഓക്സിജൻ അല്ലേ, അതാണ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ 2:1. അല്ലാതെ 2.5 ഹൈഡ്രജൻ അങ്ങനെയൊന്നും വരില്ല. ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ എന്ത് വരത്തുള്ളൂ? ഈ പറഞ്ഞ കമ്പൈനിങ് നടക്കത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞ ലാസ്റ്റ് പോസ്റ്റ്ലേറ്റ്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കാൾഡ് ആറ്റം. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം എന്ന ടൈനി പാർട്ടിക്കിൾ കൊണ്ടാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞേ? ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ആറ്റം കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ആറ്റത്തെ ഉണ്ടാക്കാനും കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻ വഴി. അതുപോലെ ആറ്റം ഓഫ് സെയിം എലമെന്റ്, ഒരേപോലത്തെ എലമെന്റ് ആണെങ്കിൽ അതിലുള്ള ആറ്റങ്ങളെല്ലാം ഒരേ സൈസ് ആയിരിക്കും, മാസ് ആയിരിക്കും, പ്രോപ്പർട്ടീസ് ആയിരിക്കും. എന്നാൽ ഡിഫറെന്റ് എലമെന്റ് ആണെങ്കിൽ ഡിഫറെന്റ് സൈസ് ആയിരിക്കും, മാസ് ആയിരിക്കും, പ്രോപ്പർട്ടി ആയിരിക്കും. അടുത്ത് പറഞ്ഞ എന്താണ്? ആറ്റം ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ് ആര്? ആറ്റം. അടുത്ത ലാസ്റ്റ് എന്താ പറഞ്ഞേ? ആറ്റംസ് കമ്പൈൻ ഈച്ച് അതർ. എന്താണ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നുണ്ടാവും? കോമ്പൗണ്ട് ഉണ്ടാവും. എങ്ങനെ? ഇൻ സ്മാൾ ഹോൾ നമ്പർ റേഷ്യോ. ഒരു ഹോൾ നമ്പർ റേഷ്യോയില് ആയിരിക്കും ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്. ഇതാണ് ആര് പറഞ്ഞത്? ജോൺ ഡാൾട്ടൺ പറഞ്ഞ അറ്റോമിക് തിയറി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ്സ് ചോദിക്കും, പഠിക്കാം. നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളെ കുറിച്ച്. അപ്പം ജോൺ ഡാൾട്ടൺ എന്താ പറഞ്ഞേ? ആറ്റത്തെ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ഹംഫ്രി ഡേവി
ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവി എന്നറിയാമോ? ഇദ്ദേഹം കുറെ എലമെന്റുകളെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടുകൂടി ഐസൊലേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഉദാഹരണത്തിന് സോഡിയം, പൊട്ടാസ്യം, ബോറോൺ, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ടെസ്റ്റിലുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. ഒരുപാട് സ്ട്രോൺഷ്യം, ഒരു മെഗ്നീഷ്യം, ഒരുപാട് എലമെന്റ്സ്. അത് എന്തെന്നറിയാമോ? ഹംഫ്രി ഡേവി ഇലക്ട്രിസിറ്റി സഹായത്തോടെ എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുത്ത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ആറ്റത്തിനകത്ത് എന്തുണ്ട്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജ് ഉള്ള എന്തൊക്കെയോ ഉണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ഈ പറഞ്ഞ ഹംഫ്രി ഡേവിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ വേറൊരാളാണ് നമ്മളെ മൈക്കിൾ ഫാരഡേ, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡേ. ഇദ്ദേഹവും ഇതേപോലെ കുറച്ച് ഈ ഇലക്ട്രിസിറ്റി ലിക്വിഡിലൊക്കെ പാസ് ചെയ്യുന്ന കണ്ടുപിടിച്ചു. അപ്പൊ അതിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നും നെഗറ്റീവ് ചാർജ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ഈ പറഞ്ഞ മൈക്കിൾ ഫാരഡേക്ക് മനസ്സിലായി. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഇത് മാത്രം ഹംഫ്രി ഡേവിയുടെ കണ്ടുപിടുത്തങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ബാക്കി ഒന്നും ചോദിക്കത്തില്ല. അവിടെ ജസ്റ്റ് ഓർത്തിച്ച് പറഞ്ഞു വിട്ടെ. നമുക്ക് അടുത്ത പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജെ ജെ തോംസൺ. ഇമ്പോർട്ടന്റ് ആണേ. ജെ ജെ തോംസൺ നോക്കാം ഇദ്ദേഹം എന്താണെന്ന്. ഇദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ചെയ്തു? ആരാണ്? ജെ ജെ തോംസൺ. അങ്ങനെ ചെയ്ത സമയത്ത് ഇങ്ങനെ കണ്ട് കാഥോഡ് റേ കൂടെ എന്തോ ഒരു സംഭവം പോണായിട്ട്, കാഥോഡ് റേ ആയിട്ട് എന്തോ ഒരു സംഭവം പോണായിട്ട് ഇങ്ങനെ ഗ്യാസ് മാറ്റി നോക്കി, അതിനകത്ത് എടുക്കുന്ന മെറ്റൽസ് ഒക്കെ മാറ്റി നോക്കി. അപ്പോഴൊക്കെ എന്തുണ്ട്, ഈ സംഭവം വരുന്നുണ്ട്. നെഗറ്റീവ് ചാർജുള്ള സംഭവം വരുന്നതെന്ന് മനസ്സിലായി. ഒരു നെഗറ്റീവ് ചാർജുള്ള സംഭവം വരുന്നുണ്ടെന്ന് ആര് കണ്ട്? ഈ ജെ ജെ തോംസൺ കണ്ട്. അങ്ങനെ ഗ്യാസ് മാറ്റി നോക്കി, മെറ്റൽസ് അകത്തുള്ള മെറ്റൽസ് ഒക്കെ മാറ്റി നോക്കി. അപ്പോഴും എന്തുണ്ട്, ഇതേ സംഭവം തന്നെ ആവർത്തിച്ച് വരുന്നുണ്ട്. അതിനെന്ത് മനസ്സിലാക്കാം? എല്ലാ ഗ്യാസ് എടുത്തപ്പോഴും അത് തന്നെ വന്നു, എല്ലാ മെറ്റൽ മാറ്റിയപ്പോഴും അത് തന്നെ വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ആ നെഗറ്റീവ് ചാർജുള്ള സാധനം എല്ലാത്തിലും ഉണ്ടെന്ന് മനസ്സിലാക്കാം, അല്ലേ? അങ്ങനെ എല്ലാത്തിലുമുള്ള നെഗറ്റീവ് ചാർജുള്ള ആ സംഭവത്തിനെ ഇലക്ട്രോൺ എന്ന് വിളിക്കാം. ഇലക്ട്രോൺ. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള എല്ലാത്തിലുമുള്ള നെഗറ്റീവ് ചാർജുള്ള സംഭവമാണ് എന്ത്? പാർട്ടിക്കിൾ ആണ് എന്ത്? ഇലക്ട്രോൺ. അപ്പൊ നോക്കിയാണെ ആറ്റത്തെ ഡിവൈഡ് ആക്കൂലെന്നല്ലേ ആര് പറഞ്ഞത്? ആര് പറഞ്ഞ? ജോൺ ഡേറ്റ പറഞ്ഞ. പക്ഷെ ആറ്റത്തെ ഡിവൈഡ് ചെയ്ത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ആര് പറഞ്ഞ്? നമ്മളെ ജെ ജെ തോംസൺ പറഞ്ഞ് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞ്. ഇപ്പൊ ഇതിന് എന്തറിയാം? ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ ഉണ്ടെന്നറിയാം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി അറിയാം, അതിനകത്ത് ആറ്റം എപ്പോഴും ന്യൂട്രൽ ആണെന്ന് ആർക്കറിയാം? ജെ ജെ തോംസൺ അറിയാം. അപ്പൊ അദ്ദേഹം എന്തറിയാമോ? ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ പറഞ്ഞത് ആറ്റം ഒരു സ്പിയർ ആണ്. ആ സ്പിയർ ഫുള്ള് പോസിറ്റീവ് ചാർജ് ആണ്. ഇപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള സ്പിയർ ആണ് ആറ്റം. അതിനകത്ത് ഇലക്ട്രോൺ ഇങ്ങനെ വാരി പറക്കി ഇട്ടിരിക്കുകയാണെന്നാണ് ആര് പറഞ്ഞേ? തോംസൺ പറഞ്ഞേ. ഇലക്ട്രോണുകളെ ഇങ്ങനെ വാരി പതറക്കിയിട്ടൊക്കെയാണ് എന്നാണ് ആര് പറഞ്ഞേ? തോംസൺ പറഞ്ഞേ. ഈ ആറ്റം മോഡൽ അറിയപ്പെടുന്ന പേരാണ് പ്ലം പുഡിംഗ് മോഡൽ. അതായത് നമ്മുടെ പ്ലം കേക്കില്ലേ, ക്രിസ്മസ് കേക്ക്, ആ കേക്ക് ഫുൾ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് സങ്കല്പിക്കുക. അതിനകത്ത് ഈ ഉണക്കമുന്തിരി കിട്ടിയിരിക്കൂലേ, അതൊക്കെയാണ് ഇലക്ട്രോൺ. അങ്ങനെ സങ്കല്പിക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞ പ്ലം പുഡിംഗ് മോഡൽ അഥവാ വാട്ടർ മെലൺ മോഡൽ. ഇതൊന്നും ചോദിക്കത്തില്ല, പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല എന്താണെന്ന്, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. വാട്ടർ മെലൺ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണ്ണിമത്ത ഇല്ലേ, തണ്ണിമത്തെല്ലാം ചുവപ്പ് കാണുന്നില്ലേ, അതെല്ലാം പോസിറ്റീവ് ചാർജ് ആണെന്നും അത് കുറെ സീഡ്സ് ഇല്ലേ, അതെല്ലാം ഇലക്ട്രോൺ ആണെന്ന് ആര് പറഞ്ഞേ? തോംസൺ പറഞ്ഞേ. ശരി, ഇത് കഴിഞ്ഞ് ഇനി അടുത്ത പഠിക്കാൻ പോകേണ്ടതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റൂദർഫോർഡ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, അത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് എന്നൊക്കെയാണേ. ഈ ഏണസ്റ്റ് റൂദർഫോർഡ് ഇദ്ദേഹം ചെയ്ത കാര്യമാണേ, അദ്ദേഹം ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു. എന്താണെന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചു.
ഗോൾഡ് ഫോയിൽ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പേപ്പറിലെ പേപ്പർ അതുപോലെ ഒരു ഗോൾഡിന്റെ ഷീറ്റ് എടുത്തു. എന്താണ് പ്രത്യേകത അറിയാമോ? വളരെ 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 കട്ടി കുറവാണ്. ഏകദേശം 100 1000 ആറ്റങ്ങൾ ചേർന്ന് എത്ര കട്ടി ഉണ്ടാവും അത്ര കട്ടിയുള്ളാവുന്ന ഒരു ഗോൾഡ് ഫോയിലാണ് ആരെടുത്തേ? നമ്മളെ റുദർഫോർഡ് എടുത്തത്. എന്നിട്ട് അങ്ങനെ ചുറ്റും എന്താ വെച്ചു? ഫോട്ടോഗ്രാഫി പ്ലേറ്റ്. അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എന്തെങ്കിലും ചാർജ് ഉള്ള സംഭവങ്ങൾ വന്ന് ഇതിൽ ഇടിക്കുകയാണെങ്കിൽ തിളങ്ങും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അവിടെ വന്ന് സംഭവം തട്ടി എന്നറിയാൻ പറ്റും. അതിനാണ് ആര് പറഞ്ഞേ? അതിനാണ് ഈ സംഭവം വെച്ചേക്കണത്. ഒരു ചാർജ് ഉള്ള സാധനം വന്ന് ഇവിടെ തട്ടിയാൽ ഇവിടെ തിളങ്ങും, ഇവിടെ തട്ടിയാൽ ഇവിടെ മാത്രം തിളങ്ങും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അത് അവിടെ വന്നെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അറിയാനാണ് എന്ത് ഈ ഫോട്ടോഗ്രാഫി പ്ലേറ്റ് വെച്ചിരിക്കണത്. എന്നിട്ട് അദ്ദേഹം പോസിറ്റീവ് ചാർജ് ഉള്ള ഹീലിയത്തിന്റെ മാസ് ഉള്ള എന്തൊക്കെയാണ്? പോസിറ്റീവ് ചാർജ് ഉള്ള ഹീലിയത്തിന്റെ മാസ് ഉള്ള ആൽഫ റേ എടുത്തു. ആൽഫ റേ, ഇതാണ് ആൽഫ റേ എടുത്തു. എന്നിട്ട് ഈ ഗോൾഡ് ഫോയിലിൽ കൂടെ അങ്ങ് പാസ് ചെയ്തു. ഇങ്ങനെ പാസ് ചെയ്തു. അപ്പൊ അദ്ദേഹം വിചാരിച്ചത്, തോംസൺ പറഞ്ഞ എന്താണ്? ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജ് ഫുള്ള് അടഞ്ഞിരിക്കുകയില്ലേ, അപ്പൊ ഈ ആൽഫ റേക്ക് അകത്തൂടെ പോകാൻ കഴിയില്ല എന്ന് ആര് വിചാരിച്ചു? റുദർഫോർഡ് വിചാരിച്ചു. പക്ഷേ നമുക്ക് നോക്കാം എന്ത് സംഭവിച്ചെന്ന്. ഈ ആൽഫ റേ ഏകദേശം വിട്ട എല്ലാ ആൽഫ റേ ചെയ്ത് സുഖമായിട്ട് അങ്ങ് പാസ് ചെയ്ത് പോയി. നോക്കിയപ്പോ സ്ട്രെയിറ്റാ പോയി അവിടെ തട്ടിത്തിളങ്ങുന്നു. പിന്നെ വളരെ കുറച്ച് ശകലം വളഞ്ഞു പോയി, ഡീവിയേറ്റ് ചെയ്ത് പോയി. ടു എ സ്മാൾ ആംഗിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ചെറിയ ആംഗിളില് വളഞ്ഞു പോയി. അതിലും വളരെ കുറച്ച് 1 or 2 തട്ടി തിരിച്ചു വന്നു. പോയ വഴി തന്നെ തിരിച്ചു വന്നു. നോക്കിയാണേ, പറഞ്ഞ 3 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 കാഴ്ചകളാണ് കണ്ടത്. ഒന്നെന്താണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ റേസ് പാസസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി റിഫ്ലക്ഷൻ. അതായത് ഈ പറഞ്ഞ ആൽഫ റേസ് എന്ത് ചെയ്ത് ഗോൾഡ് ഫോയിലിൽ കൂടി സുഖമായിട്ട് കടന്നുപോയി. മോസ്റ്റ് ഓഫ് ദി ആൽഫ റേസ്, മിക്ക ആൽഫ റേസ് മൊത്തം കടന്നുപോയി. വിത്തൗട്ട് എനി റിഫ്ലക്ഷൻ, വളവും തിരിയാതെ അതുപോലെ തന്നെ പോയി. അടുത്ത പോയിന്റ് ആണ്, വെരി ഫ്യൂ ആൽഫ റേ ഡീവിയേറ്റഡ് ത്രൂ എ സ്മാൾ ആംഗിൾ. ഒരു ചെറിയ വളവുണ്ടായി, ചിലതിനൊക്കെ ചെറിയൊരു വളവുണ്ടായി. വെരി ഫ്യൂ ബൗൺസ് ബാക്ക്, വളരെ കുറച്ച് ഇത് തട്ടി തിരിച്ചു വന്നു. 3 കാഴ്ചകൾ. ഒന്ന് ഫുള്ള് കടന്നുപോയി, മിക്കതും കടന്നുപോയെന്നാണ്. അടുത്തത് ശകലം വളഞ്ഞു പോയെന്ന്, പിന്നെ മൊത്തം പിന്നെ വളരെ കുറച്ച് തട്ടി തിരിച്ചു വന്നു. അങ്ങനെ 3 കാഴ്ചകൾ. എന്ത് മനസ്സിലാക്കാതെന്ന് നോക്കാം. ഈ പറഞ്ഞ ആൽഫ റേ മൊത്തം കടന്നുപോയി എന്നർത്ഥം അവിടെ സ്ഥലം ഒരുപാട് ഉള്ളതുകൊണ്ടല്ലേ കടന്നു പോകാൻ പറ്റൂ. അവിടെ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇടിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും വേണ്ടേ? അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കടന്നു പോയി. അവിടെ എന്താണെന്ന് മനസ്സിലാക്കാം. മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിലെ മിക്ക സ്ഥലങ്ങളും എന്താണ്? എംപ്റ്റി ആണ്, ഒന്നുമില്ല. ആറ്റത്തിന്റെ മിക്ക സ്ഥലങ്ങളും എംപ്റ്റി ആണ്, ഒന്നുമില്ല. എന്ത് മനസ്സിലാക്കാം? എന്തുകൊണ്ടാണ്? ആൽഫ റേ മൊത്തം കടന്നു പോയത് കൊണ്ട് മനസ്സിലാക്കാം. ഇനി അടുത്തത് വളരെ കുറച്ച് എന്ത് ചെയ്ത് വളഞ്ഞു പോയി അല്ലേ? വളരെ കുറച്ച് വളഞ്ഞു പോയി എന്ന് പറഞ്ഞ് അപ്പൊ നോക്കാം. വിട്ടത് ആൽഫ റേ അല്ലേ? ആൽഫ റേക്ക് പോസിറ്റീവ് ചാർജ് അല്ലേ? പോസിറ്റീവ് ചാർജ് പോയിട്ട് വളഞ്ഞു പോകുക വെച്ചാൽ എന്ത് മനസ്സിലാക്കാം നമുക്ക്? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവും റിപ്പൽ ചെയ്യും, അടുത്ത് വരില്ല. നെഗറ്റീവ് റിപ്പൽ ചെയ്യും, അടുത്ത് വരില്ല. എന്നാൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അട്രാക്ട് ചെയ്യും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് പോസിറ്റീവ് റേ ചെയ്ത് വളഞ്ഞല്ലേ പോയത്. അപ്പൊ ഇതൊരു പോസിറ്റീവ് സാധനമാണെന്ന് വെച്ചോ, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഇങ്ങനെ വന്നിട്ട് വളഞ്ഞു പോകാന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എന്താർത്ഥം? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടല്ലേ വന്ന് വളഞ്ഞു പോയത്, ഇല്ലെങ്കിൽ വളഞ്ഞു പോകരുന്ന. നേരെ വന്നിട്ട് വളഞ്ഞു പോകണമെങ്കിൽ എന്താണ് അർത്ഥം? അകത്തൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇങ്ങനെ പറയാം, ഡീവിയേറ്റഡ് ത്രൂ എ സ്മാൾ ആംഗിൾ. അതിന്റെ റീസൺ എന്താണ്? there might be a positive charge inside. അതൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇനി അടുത്ത തട്ടി തിരിച്ചു വന്നില്ലേ? അങ്ങനെ തട്ടി നോക്കണേ. ഇവിടെ വിട്ടത് ഹീലിയം ആറ്റത്തിന്റെ മാസുള്ള ആൽഫ റേയ. നോക്ക്, നമ്മളിപ്പം ഇതിന് വെയിറ്റ് കുറവും, വരുന്നതിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇടിക്കുമ്പോൾ ഇതല്ലേ തിരിച്ചു പോകും അല്ലേ? പക്ഷെ വന്ന് ഇടിക്കുന്നത് തന്നെ തിരിച്ചു പോകണമെങ്കിൽ എന്താണ് അർത്ഥം? ഈ വരുന്നതിനേക്കാളും വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ മാസ് ഉള്ള സംഭവത്തില്ലേ, അതുകൊണ്ടല്ലേ അതിലിപ്പോ ഇടിച്ചപ്പോൾ തിരിച്ചു വന്നത് അല്ലേ? നോക്കാം. അപ്പൊ ഹീലിയത്തിന്റെ മാസ് ഉള്ള ആൽഫ റേയെ പോയി തട്ടി തിരിച്ചു വരിക എന്ന് വെച്ചാൽ ഇതിനേക്കാളും വെയിറ്റ് ഉള്ള എന്തുണ്ട്? അകത്ത് എന്തോ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ആര് മനസ്സിലാക്കിയേ? റൂദർഫോർഡ് മനസ്സിലാക്കിയേ.
ഓക്കെ, ഇത് വെച്ചുകൊണ്ടാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. നോക്കാം. അദ്ദേഹം കണ്ട ഒന്നാമത്തെ കാഴ്ച എല്ലാ റേസും പാസ് ചെയ്ത് പോകുന്നു. അപ്പം എന്തില്ല, അവിടെ സ്പേസ് ഒരുപാട് സ്പേസ് ഉണ്ട്. രണ്ടാമത്തെ കാഴ്ച വളരെ കുറച്ച് വളഞ്ഞു പോയി, അകത്തൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെ തട്ടി തിരിച്ചു വന്നു, അപ്പം അകത്ത് അതിനേക്കാളും മാസമുള്ള എന്തോ ഉണ്ട്. ഈ 3 ഐഡിയ വെച്ചുകൊണ്ട് റേണസ് റൂദർഫോർഡ് ഒരു മോഡൽ അവതരിപ്പിക്കും ആറ്റത്തിന്റെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആറ്റം ഒരു വലിയ സ്ഫിയർ ആണ്, പഴയ പോലെ തന്നെ സ്ഫിയർ ആണ്. പക്ഷേ അതിന്റെ ഏകദേശം സ്ഥലവും എംറ്റി ആണ്. ഈ ആറ്റത്തിനകത്ത് നടുക്കായിട്ട് ഒരു സ്ഥലമുണ്ട്. ആറ്റത്തിന് നടുക്കായിട്ട് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ന്യൂക്ലിയസ്. ആ സ്ഥലമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ മിക്ക സ്ഥലങ്ങളും എംറ്റി ആണ്. നടുക്കൊരു സ്ഥലമുണ്ട്, ആണെന്ത്? ന്യൂക്ലിയസ്. ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്. ആ പോസിറ്റീവ് ചാർജിനെ അദ്ദേഹം വിളിച്ചതാണ് പ്രോട്ടോൺ. പോസിറ്റീവ് ചാർജ് ആണെന്ത്? പ്രോട്ടോൺ. പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ. ഇനി ഈ പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ. ഇനി ഇലക്ട്രോൺ ഇല്ലേ, ആ ഇലക്ട്രോണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ചുമ്മാ കിടന്ന് കറങ്ങുകയാണെന്നാണ് ആര് പറഞ്ഞേ? റൂദർഫോർഡ് പറഞ്ഞേ. ഓക്കെ അല്ലേ? എന്നിട്ട് പറഞ്ഞുതരാമേ. ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്റർ പാർട്ടിലാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ആ ന്യൂക്ലിയസ് അകത്താണ് പ്രോട്ടോണുകൾ ഇരിക്കുന്നത്. പ്രോട്ടോണുകൾ ന്യൂക്ലിയസ് ചുറ്റും ആരോടുന്നു? ഇലക്ട്രോണുകൾ ഓടുന്നു എന്നാണ് ആര് പറഞ്ഞേ? റൂദർഫോർഡ് പറഞ്ഞേ. ഇനി നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് നോക്കാം. മറ്റേ ആൽഫ റേക്ക് ഒക്കെയാണേ, ഇതിലേക്ക് കടന്നുപോയ ആൽഫ റേക്ക് സുഖമായിട്ടും കടന്നുപോയി. പക്ഷെ അടുത്തുകൂടെ വന്നത് ഇത് വളഞ്ഞങ്ങ് പോയി. വളരെ കുറച്ച് തട്ടി തിരിച്ചു വന്നു അല്ലേ? അപ്പം മാസ് ഏറ്റവും കൂടി ആറ്റത്തിന്റെ മാസ് എവിടെ ഇരിക്കുന്നു എന്ന് പറയാം? നമുക്ക് ഈ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്നു എന്ന് പറയാം. ഇതാണ് ആര് കൊണ്ടുവന്നത്? ആറ്റം. ഈ മോഡലാണ് റൂദർഫോർഡ് ആറ്റം മോഡൽ. അറിയപ്പെടുന്ന പേരുകളുണ്ട്: സോളാർ സിസ്റ്റം മോഡൽ. അതുപോലെ അല്ലേ നടുക്ക് സൂര്യൻ, ചുറ്റും ഗ്രഹങ്ങളോടും പ്ലാനറ്റ്സോടും അതുപോലെ അല്ലേ? നടുക്ക് ന്യൂക്ലിയസ്, ചുറ്റും ഇലക്ട്രോൺസ്. അതുപോലെ തന്നെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. സെയിം പ്ലാനറ്റ്സ് പോലെയല്ലേ? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിക്കുന്നതും റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ആണ്. ഇതൊക്കെയാണ്. ഇദ്ദേഹത്തിന്റെ ശിഷ്യ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ജെയിംസ് ചാഡ്വിക്. ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ജെയിംസ് ചാഡ്വിക്. ഇദ്ദേഹം ഈ ന്യൂക്ലിയസിനകത്ത് ചാർജ് ഇല്ലാത്ത വേറൊരു കണം കൂടി കണ്ടുപിടിച്ചു. വേറൊരു പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു. ആ പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺ. ചാർജ് ഇല്ലാത്ത ആ പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺ. പറയാമേ. ജെ.ടി. തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു, നെഗറ്റീവ് ചാർജ്. ഏണസ്റ്റ് റൂദർഫോർഡ് പോസിറ്റീവ് ചാർജ് അല്ല പ്രോട്ടോൺ കണ്ടുപിടിച്ചു. ജെയിംസ് ചാഡ്വിക് ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോൺ കണ്ടുപിടിച്ചു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.